നമസ്കാരം. ഗസയിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് റഫയിലും സംഭവിക്കാൻ പോകുന്നത്. അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഗസയിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആദ്യം വ്യോമാക്രമണം നടത്തി, ആ പ്രദേശം മുഴുവൻ ചുട്ടു ചാമ്പലാക്കി, മനുഷ്യർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചു. അവസാനം അവിടെ ഹമാസിനെ പിടിക്കുന്നതിനു വേണ്ടി ഇസ്രായേലിന്റെ പട്ടാളം ഭൂമിയിലേക്ക് ഇറങ്ങിയതിനു ശേഷം അവർക്ക് നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല. അവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന സാഹചര്യങ്ങൾ നമ്മളൊക്കെ കണ്ടു. അവർ തന്നെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഹമാസിന്റെ പോരാളികൾ പുറത്തുവിട്ടു. നിത്യേനെ അവിടെ നിന്നും അയച്ച പെട്ടികളുടെ കണക്ക് ഇപ്പോഴും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല. എത്രയോ ഇസ്രായേൽ സൈനികർ അംഗവൈകല്യമുള്ളവരായി തീർന്നു, മാനസിക പ്രയാസങ്ങളുള്ള ആളുകളായി തീർന്നു. വലിയൊരു ബാധ്യത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. അവരുടെ യുദ്ധ വാഹനങ്ങൾ, ടാങ്കുകൾ അതെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചു. 1000-ലധികം വരുന്ന മെർക്കാവ ടാങ്കുകളാണ് ഹമാസിന്റെ പോരാളികൾ നശിപ്പിച്ചു കളഞ്ഞത്. അവസാനം ഗസയിൽ നിന്നും രക്ഷയില്ലാതെ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പലതവണ അവർ പിന്നോട്ട് മാറി. അവസാനം അമേരിക്ക കൊടുത്ത് നക്കാപ്പിച്ച ഒന്നുമില്ലാതെ സാമ്പത്തികമായി തളർന്നു. ഹൂത്തികളുടെ പ്രതിരോധവും ഉപരോധവും ഒക്കെ അവരെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കി. കുടിവെള്ളത്തിന് പോലും തൊട്ടാൽ പൊള്ളുന്ന വില എന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയി. ഇസ്രായേലിലെ സാധാരണക്കാരന്റെ ജീവൻ ഒരു സുരക്ഷയുമില്ലാത്ത ഒരവസ്ഥയുണ്ടായി. അതിർത്തി മേഖലകളിൽ പണിയെടുക്കുന്ന ഇന്ത്യക്കാർ പോലും മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ത്യക്കാരെ അങ്ങനെ കൊലയ്ക്ക് കൊടുത്തു നമ്മുടെ രാജ്യത്തെ ചില ഏജൻസികളും അതുപോലെ തന്നെ ചില സർക്കാരുകളും. എടുത്തു പറയാം, UP സർക്കാരും ഹരിയാന സർക്കാരും. അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞു പോയതാണ്. അതിനുശേഷം അമേരിക്ക കൊടുത്ത നക്കാപ്പിച്ച ഉപയോഗിച്ച് വീണ്ടും റഫേൽ ഒരു ആക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറായി. ആദ്യം ഗസയിൽ നടത്തിയതുപോലെ തന്നെ തന്ത്രങ്ങളിലൊന്നും ഒരു മാറ്റവുമില്ല. വ്യോമാക്രമണം നടത്തി നിരപരാധികളെ കൊന്നൊടുക്കുന്നു, ആകെ ഭീതി സൃഷ്ടിക്കുന്നു. അവസാനം ഹമാസിനെ പിടിക്കാൻ വേണ്ടി നിലത്തിറങ്ങി. യുദ്ധ ടാങ്കുകൾ അവിടെ ഇരച്ചെത്തിയെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും വെള്ളം കുടിക്കുന്ന കാഴ്ചകൾ അത് പുറം ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹമാസിന്റെ പോരാളികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. ഹമാസ് മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിനോട് നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്യുന്നത്. ശക്തമായ പോരാട്ടമാണ് ഹമാസ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റിസർവ് ബെഞ്ചിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുണ്ട്, ഹൂത്തികളുണ്ട്, ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പുണ്ട്, ബഹ്റൈനിൽ നിന്നും ഈ അടുത്ത കാലത്ത് യുദ്ധമുഖത്തേക്ക് വന്ന പുതിയ ഒരു ഗ്രൂപ്പുണ്ട്. എല്ലാവർക്കും സംരക്ഷണം കൊടുക്കുന്നത് ഇറാനാണ്. ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളാണ് ഇസ്രായേലുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് റഫയിൽ നിന്നും പുറത്തു വന്ന വാർത്ത 8ഓളം വരുന്ന ഇസ്രായേൽ സൈനികരെ ഈ ലോകത്തു നിന്നും ഹമാസിന്റെ പോരാളികൾ പരലോകത്തേക്ക് അയച്ചു എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹമാസിന് വ്യോമാക്രമണം നടത്താനോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കയ്യിലുള്ളതുപോലുള്ള ആയുധങ്ങളോ ഹമാസിന്റെ പക്കലില്ല. ചെറിയൊരു സംഘമാണ്. പക്ഷെ അവർ പോരാട്ട മുഖത്ത് അടിയുറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ ഈ വമ്പ് കണ്ടോ അല്ലെങ്കിൽ കൊമ്പ് കണ്ടോ പേടിച്ച് പുറകോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച് എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സംഘമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘത്തെ സഹായിക്കാൻ വേണ്ടി രംഗത്തുള്ള, ഞാൻ പറഞ്ഞല്ലോ, റിസർവ് ബെഞ്ചിലിരിക്കുന്ന ആളുകൾ അവരൊട്ടും മോശക്കാരല്ല. ഏകദേശം ഈ ഒരു നിലപാടിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഇപ്പോൾ അവരൊന്നും കാര്യമായ രീതിയിൽ യുദ്ധമുഖത്തേക്ക് വന്നിട്ടില്ല. ഹമാസ് തന്നെയാണ് കാര്യമായ രീതിയിൽ ഇവിടെ ഇസ്രായേലിനെ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 8ഓളം വരുന്ന സൈനികർക്ക് ജീവഹാനി സംഭവിച്ചു. ഒരാഴ്ച മുമ്പാണ് ഇസ്രായേലിന് അകത്തേക്ക് റോക്കറ്റ് ആക്രമണം നടത്തി. ഇവിടെ വ്യോമാക്രമണം നടത്താൻ മറ്റു വിമാനങ്ങളോ അല്ലെങ്കിൽ വ്യോമതാവളങ്ങളോ ഇതൊന്നും ഹമാസിനില്ല. റോക്കറ്റ് ഉപയോഗിച്ച് അയൺ ഡോമുകളെ ഒക്കെ നിശ്ചലമാക്കി ഇസ്രായേലിനകത്ത് ഇസ്രായേലിന്റെ സൈനിക ക്യാമ്പിൽ ആക്രമണം നടത്തി. 3ഓളം വരുന്ന ഇസ്രായേൽ സൈനികർ അന്ന് മരിച്ചിരുന്നു. 8ഓളം വരുന്ന ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതായത് ഇസ്രായേലിന്റെ സൈനികർ നിലത്തു നിന്നാൽ എന്നും ആകാശത്ത് നിൽക്കാൻ കഴിയില്ലല്ലോ. ഈ സംവിധാനവും സൗകര്യവും ഒന്നും എല്ലാ കാലത്തും കൊണ്ടു നടക്കാൻ കഴിയില്ല. എന്തായാലും ഇവിടെ പ്രമുഖ യുദ്ധ നിരീക്ഷകരും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ പങ്കുവച്ച ചില കാര്യങ്ങളുണ്ട്. ഗസയിൽ നടത്തിയ ഒരു വലിയ വിവരക്കേട്, അത്തരത്തിലൊരു നീക്കം തന്നെയാണ് റഫയിലും നടക്കാൻ പോകുന്നത്. ഒരു കാരണവശാലും ഇസ്രായേലിന് പൂർണ്ണമായും ഈ നീക്കം വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല. എന്തായാലും ജീവനോടെ തിരിച്ചു കിട്ടിയാൽ അത് ഭാഗ്യം എന്ന രീതിയിൽ പോലും പ്രതികരിച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവച്ച ആളുകളുണ്ട്. ഇവിടെ ഹമാസ് നേർക്കുനേർ ഇസ്രായേലുമായി യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. ഇസ്രായേലിനെ വിടില്ല എന്ന് തന്നെ അവർ പ്രഖ്യാപിക്കുന്നു. എത്ര കാലം വരെ വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നു.
എന്തായാലും ഈ ചെറിയ സംഘത്തിന്റെ ആത്മവിശ്വാസം കണ്ട്, നിലപാട് കണ്ട് അവർക്കൊപ്പം നിൽക്കുന്ന സംഘങ്ങൾ കൂടെ വർദ്ധിത വീര്യത്തോടെ രംഗത്തിറങ്ങും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും കരയുദ്ധം അത് ഇസ്രായേലിന് ഒരിക്കൽ കൂടെ കൈപ്പൊള്ളും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.